കേരളത്തിലെ ഒരു ശാന്തമായ ഗ്രാമം ഒരിക്കൽ ചെയ്ത വലിയ പാപത്തിൻ്റെ നിഴലിലാണ് വരുന്നത്. വഞ്ചിക്കപ്പെട്ട് മരണത്തിലേക്ക് തള്ളപ്പെട്ട ഒരു സ്ത്രീ അവളൊരു യക്ഷിയായി തിരികെ വന്ന ഗ്രാമത്തോട് പ്രതികാരം തീർക്കാൻ തീരുമാനിക്കുന്നു. അവളുടെ കോപം പ്രകൃതിയുടെ ക്രൂരതയായി മാറി. കനത്ത മഴയും പ്രളയവും ഗ്രാമത്തെ വിഴുങ്ങി. വീടുകൾ തകർന്നു. ജനങ്ങൾ ഭീതിയിലായി. എല്ലാം നഷ്ടപ്പെട്ട ഗ്രാമവാസികൾ അവരുടെ നേതാവായ രാമനെ സമീപിക്കുന്നു. ഈ നാശത്തിനിടയിലും രാമന്റെ വീട് മാത്രം ഉറച്ചു നിൽക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ദുരന്തത്തെ അതിജീവിച്ച ആ വീടിന്റെ രഹസ്യം അവർ രാമനോട് ചോദിക്കുന്നു. അപ്പോൾ രാമൻ ഗ്രാമവാസികളോട് പറയുന്നു, എൻ്റെ വീട് നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാം ഞാൻ RD സ്റ്റീലിൽ നിന്നാണ് വാങ്ങിയത്. അതുകൊണ്ടാണ് എൻ്റെ വീട് ഇപ്പോഴും ഇതുപോലെ നിലനിൽക്കുന്നത്. നിങ്ങൾ RD സ്റ്റീലിലേക്ക് പോകൂ. നിങ്ങളുടെ വീട് ഉറപ്പുള്ളതാക്കാൻ എല്ലാം അവരുടെ കയ്യിലുണ്ട്. RD സ്റ്റീലിന്റെ സഹായത്തോടെ നിങ്ങൾ വീട് പണിയുകയാണെങ്കിൽ പിന്നെ ഒരു യക്ഷിയും പേടിക്കേണ്ടതില്ല. ശക്തമായ അടിത്തറയും മഴയെ നിയന്ത്രിക്കുന്ന റെയിൻ വാട്ടർ ഗട്ടറുകളും ഉൾപ്പെടെ RD സ്റ്റീൽ നൽകിയ ഉറപ്പാണ് തൻ്റെ വീടിനെ രക്ഷിച്ചതെന്ന് രാമൻ വ്യക്തമാക്കുന്നു. ഇത് ഗ്രാമത്തിന് പുതിയ പ്രതീക്ഷ നൽകുന്നു. RD സ്റ്റീലിൻ്റെ കരുത്തിൽ ഗ്രാമം പുനർനിർമ്മിക്കപ്പെടുന്നു. പ്രകൃതിയുടെയും ഭീതിയുടെയും മുന്നിൽ പോലും ശരിയായ തിരഞ്ഞെടുപ്പാണ് സുരക്ഷയും നിലനിൽപ്പും തീരുമാനിക്കുന്നതെന്ന സന്ദേശത്തോടെ യക്ഷിയുടെ ഭീഷണിയിൽ നിന്ന് ഗ്രാമം മോചിതമാകുന്നു.